ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാസന്റെ ശുശ്രൂഷയുടെ ഒരു വിവരണമാണ് യെശയ്യാ 61 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ബാബിലോണിയ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തോട് പ്രത്യാശ നിർഭരമായ വീണ്ടെടുപ്പിന്റെ സദ്വർത്തമാനം പ്രഘോഷിക്കാൻ യഹോവയായ ദൈവം തന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്തയക്കുന്നു. അഭിഷേകത്തിന്റെ ശുശ്രൂഷ എപ്രകാരം നിർവഹിക്കണമെന്ന് ഈ വേദഭാഗം വ്യക്തമാക്കുന്ന ഉൾക്കാഴ്ചകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, എളിയവരോട് സദ്വർത്തമാനം പ്രഘോഷിക്കുക. ബാബിലോണിയ അടിമത്തത്തിൽ കിടന്ന് പീഡനങ്ങളും കഷ്ടതകളും ഏൽക്കുമ്പോഴും ഒന്നും പ്രതികരിക്കുവാൻ ത്രാണിയില്ലാത്ത ജനത്തോട് പറയുന്നു, മനം തകർന്നു പോയവരെ, നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, ബന്ധനസ്ഥരെ, നിങ്ങൾക്ക് വിടുതലും രക്ഷയുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കർത്താവ് നസ്രയത്തിലെ സിനഗോഗിൽ വെച്ച് ഈ പ്രവചന ഭാഗം വായിച്ചപ്പോൾ ഈ വചനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ നസ്രയത്ത് മാനിഫെസ്റ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നു. തന്റെ ജനന ഉദ്ദേശത്തെ പറ്റിയും ശുശ്രൂഷകളെ പറ്റിയും വ്യക്തമായ ഉൾബോധ്യം കർത്താവിന് ലഭിച്ചു. നമ്മുടെ കർത്താവിനെ പോലെ അഭിഷിക്ത ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിച്ച് അയച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിക്കാം. അതിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. രണ്ടാമതായി, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസിദ്ധമാക്കുക. ലേവ്യ പുസ്തകം 25 അധ്യായം 10 വാക്യത്തിൽ പറയുന്ന യോവേൽ വർഷത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 50-ാം വർഷം എല്ലാവർക്കും വിമോചനം നൽകുക എന്നുള്ള വ്യവസ്ഥയാണിത്. യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും വിമോചനമുണ്ട്. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസിദ്ധമാക്കി എല്ലാവർക്കും രക്ഷ നൽകുന്ന ദൗത്യമാണ് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതെന്ന് യേശു ക്രിസ്തു തിരിച്ചറിയുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ മടങ്ങി വന്ന ദൈവജനത്തിന് ആശ്വാസം നൽകുന്ന ചിത്രമാണ് നാം കാണുന്നത്. ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങൾക്കും കഷ്ടതയ്ക്കും പീഡനങ്ങൾക്കും പകരമായി അലങ്കാരമാലയും ആനന്ദ തൈലവും സ്തുതി എന്ന മേലാടയും നൽകി. ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് ധൈര്യത്തിന്റെയും ബലത്തിന്റെയും ഉറപ്പിന്റെയും പ്രതീകമായ നീതിവൃക്ഷങ്ങൾ എന്ന് പേരിടുകയും ചെയ്യുന്നു. നമ്മുടെ ഏത് തരത്തിലുള്ള വിഷമസ്ഥിതികളെയും മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. മൂന്നാമതായി, ദൈവത്തിന്റെ പുരോഹിത ഗണമാകുന്ന എന്ന ബോധ്യം. എല്ലാ ഇസ്രായേലും ദൈവത്തിന്റെ പുരോഹിതന്മാരും ശുശ്രൂഷകന്മാരും ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബാബിലോണിയ അടിമത്തത്തിലെ അപമാനത്തിലും നിന്ദിച്ച അനുഭവങ്ങൾക്കും പുരോഹിത പദവി നൽകി ദൈവകൃപയും ബഹുമാനവും ഓഹരിയും പ്രതിഫലവും നൽകി ആദരിച്ചു. നിത്യമായ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്തു. 1 പത്രോസ് 2 അധ്യായം 9 വെളിപാട് പുസ്തകം 1 അധ്യായം 5 വാക്യത്തിലും നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമാണ്. അത് മാത്രമല്ല, യേശു ക്രിസ്തുവിലൂടെ രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയുമുള്ള യോഗ്യരായി നാം തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നു തന്ന കൃപയോടും അനുഗ്രഹങ്ങളോടുമുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നന്ദിയോട് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുവാൻ, കർത്താവിൽ എപ്പോഴും ആനന്ദിപ്പാൻ, അവൻ നൽകിയ രക്ഷയിൽ വിശ്വസിപ്പാൻ, നീതിയിൽ നിലനിൽക്കാൻ നമുക്ക് ദൈവം മുമ്പാകെ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീ തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ, ശുശ്രൂഷയിൽ ഞങ്ങളെ വിളിച്ച് അഭിഷേകം ചെയ്തു എന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.